കേരളത്തിൻ്റെ തീരങ്ങളിൽ ഇന്ന് സംഭവിക്കുന്നത് കേവലം കടൽക്ഷോഭമാണോ? അല്ല, നമ്മൾ കാണുന്നതിനേക്കാൾ ഭയാനകമായ എന്തോ ഒന്ന് ഭൂമിക്കടിയിൽ സംഭവിക്കുന്നുണ്ട്. ഒരു വശത്ത് കടൽ കരയെ വിഴുങ്ങുന്നു, മറുവശത്ത് സമൃദ്ധമായി വെള്ളമുണ്ടായിരുന്ന കിണറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വറ്റി വരളുന്നു. എന്താണ് കേരളത്തിൻ്റെ മണ്ണിൽ സംഭവിക്കുന്നത്? ശാസ്ത്രത്തിന് പോലും പൂർണ്ണമായും കണ്ടുപിടിക്കാനാകാത്ത ആ മാറ്റത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? പണ്ട് കടൽ ഉൾവഴിയുന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഭയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. കടൽ പിന്മാറുകയല്ല, മറിച്ച് അത് നമ്മുടെ വീടുകളിലേക്ക് ഇരച്ചു കയറുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൻ്റെ ഭൂപടം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. കടൽ ഭിത്തികളെ കളിപ്പാട്ടങ്ങൾ പോലെ തകർത്തെറിഞ്ഞ് തിരമാലകൾ 100 കണക്കിന് മീറ്ററുകൾ കരയിലേക്ക് വരുന്നു. ഇത് കേവലം ആഗോളതാപനം കൊണ്ടാണോ? അതോ നമ്മുടെ പാദങ്ങൾക്കിടയിലെ മണ്ണ് താഴേക്ക് അമരുകയാണോ? ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു പ്രതിഭാസം നമ്മുടെ ഉൾനാടുകളിൽ നടക്കുന്നുണ്ട്. നിറയെ വെള്ളമുണ്ടായിരുന്ന കിണറുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വറ്റിപ്പോകുന്നു. ഭൂകമ്പത്തിന് മുൻപോ വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപോ ഭൂമിക്കിടയിലെ ശിലാപാളികൾക്കുണ്ടാകുന്ന ചലനമാണ് ഇതിന് കാരണമായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾ അതിൻ്റെ വഴി മാറുകയാണ്. ഈ ജലശൂന്യത തീരപ്രദേശത്തെ കൂടുതൽ ദുർബലമാക്കുന്നു. കരയിലെ ജലസമ്മർദ്ദം കുറയുമ്പോൾ കടൽ വെള്ളം ഇരച്ചു കയറാൻ അത് വഴിയൊരുക്കുന്നു. പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണോ ഇത്? അതോ വരാനിരിക്കുന്ന ഒരു വലിയ ഭൗമമാറ്റത്തിൻ്റെ ലക്ഷണങ്ങളോ? ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൻ്റെ തീരങ്ങളും ഭൂമിയും പഴയതുപോലെയല്ല. മാറുന്ന പ്രകൃതിയെ നമ്മൾ ഗൗരവത്തോടെ കണ്ടേ മതിയാകൂ. കൊച്ചിയിലെ ചെല്ലാനം കടലിനോട് പൊരുതി ജീവിക്കുന്ന ഒരു ജനതയുടെ സങ്കട കാഴ്ചയാണ്. ഓരോ വർഷവും കടൽ ഇവിടെ 100 കണക്കിന് മീറ്ററുകളാണ് കരയിലേക്ക് അതിക്രമിച്ചു കയറുന്നത്. വീടുകൾ തകരുന്നു, കൃഷിയിടങ്ങൾ ഉപ്പുവെള്ളത്തിലാകുന്നു. ടെട്രോപോഡുകൾ കൊണ്ട് തീർത്ത ഭിത്തികൾ പോലും കടലിൻ്റെ രൗദ്രഭാവത്തിന് മുന്നിൽ നിഷ്പ്രഭമാകുന്നു. എന്തുകൊണ്ടാണ് ചെല്ലാനം മാത്രം ഇങ്ങനെ ഇല്ലാതാകുന്നത്? ശാസ്ത്രത്തിന് പോലും ഈ കടൽക്കയറ്റത്തിൻ്റെ വേഗത കൃത്യമായി കണക്കാക്കാനാകുന്നില്ല. വിഴിഞ്ഞം പോർട്ടാണ് ഇതിനെല്ലാം കാരണമെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതേസമയം വിഴിഞ്ഞത്തും ഇതിലും സ്ഥിതി സങ്കീർണം തന്നെയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിലും കടലിലെ സ്വാഭാവികമായ മാറ്റങ്ങൾ